രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും വിപണിയിൽ വൻ വിലക്കയറ്റം. ഇതോടെ നാണ്യവിളകളുടെ മഴക്കാല കൃഷി പരിപാലനം പ്രതിസന്ധിയിലായി. മലയോരത്തിന്റെ കറുത്ത പൊന്നിനും ഏലത്തിനും വളമിടേണ്ട നിർണായക സമയത്തുണ്ടായ വിലക്കയറ്റവും വളംക്ഷാമവും കർഷകരെ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിലാണ് കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കി രാസവളങ്ങൾക്ക് വിപണിയിൽ തീവിലയായത്. പ്രധാന സബ്സിഡി വളങ്ങളായ ഫാക്ടം ഫോസ്, പൊട്ടാഷ് എന്നിവയ്ക്ക് കർഷകരുടെ കീശ ചോർത്തുന്ന രീതിയിൽ വില കുതിച്ചുയർന്നു. കാലവർഷത്തിന് മുന്നോടിയായി റബ്ബറിനും കുരുമുളകിനും കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന തുരിശിന്റെ വില ഇരട്ടിയായി ഉയർന്നു. 3 മാസം മുൻപ് കിലോയ്ക്ക് 300 രൂപയുണ്ടായിരുന്ന തുരിശിന് ഇപ്പോൾ വില കൃത്യം ഇരട്ടി, 600 രൂപ. വിവിധയിനം സ്പ്രേ വളങ്ങൾക്കും കീടനാശിനികൾക്കും വില ദിവസേനയെന്നോണം കൂടുകയാണ്. ഈ അടുത്ത നാളിൽ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ധന വില വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വ്യാപകമായിട്ട് കീടനാശിനിക്കും രാസവളങ്ങൾക്കെല്ലാം വളരെയധികം വില കൂടി, ഇരട്ടിയും അതിലധികമായിട്ടും പല വളങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഇത് കർഷകനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വർഷം ഏലത്തിന് ന്യായമായ വില ഉണ്ടായിരുന്നെങ്കിലും വരും വർഷങ്ങളിൽ അത് എത്രത്തോളം നിലനിൽക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ വളത്തിനും കീടനാശിനിക്കും ഇതുപോലെ വില കൂടിയാൽ കർഷകന് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സബ്സിഡി പോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകി ഈ മേഖലയെ പിടിച്ചു നിർത്താനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. പ്രതിസന്ധി കർഷകരിൽ മാത്രമല്ല, കർഷകർ നേരിട്ട് ആശ്രയിച്ചിരിക്കുന്ന അംഗീകൃത വളം ഡിപ്പോകളെയും ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കർഷകർ എന്ത് ചെയ്തെന്ന് അറിയത്തില്ല. ഉൽപ്പാദനം വളരെ മോശമാണ്. കാലാവസ്ഥ ഇങ്ങനെ മാറി വരുന്ന കാരണം ഉൽപ്പാദനം തീരെ മോശമാണ്. അന്യായ പൈസ കൊടുത്ത് വളമൊക്കെ മേടിച്ചിട്ട് കാലാവസ്ഥയായി മാറി വരുമ്പോഴത്തേക്കും കർഷകരാകെ മൊത്തം ബുദ്ധിമുട്ടിലാവും. അതിന് അടിയന്തരമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളത്തിനും കീടനാശിനികൾക്കും വില കൂടുമ്പോഴും കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുന്നില്ല. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.